കൊച്ചി എടപ്പള്ളിയിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായി അടിപ്പാത നിർമ്മാണത്തിന് ദേശീയപാത അതോറിറ്റിയുടെ പദ്ധതി നടപ്പിലാകുന്നു. 2 അടിപ്പാതകൾ നിർമ്മിച്ച് ഗതാഗത കുരുക്ക് ഒഴിവാക്കാനാണ് ദേശീയപാത അതോറിറ്റി ലക്ഷ്യമിടുന്നത്. മെയ് മാസത്തോടെ പാതയുടെ നിർമ്മാണം ആരംഭിക്കും. കൊച്ചി നഗരത്തിൽ ഏറ്റവും ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന സ്ഥലമാണ് ഇടപ്പള്ളി ജംഗ്ഷൻ. ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ മണിക്കൂറുകളോളം നീളുന്ന കുരുക്ക് ഇവിടെ പതിവാണ്. വൈറ്റില വരാപ്പുഴ റൂട്ടിലേക്ക് ഏറെ നേരം കാത്തുകിടന്നാൽ മാത്രമേ വാഹനങ്ങൾക്ക് ഇവിടെ നിന്നും സിഗ്നൽ ലഭിക്കുകയുള്ളൂ. ജംഗ്ഷനിൽ നിന്നും 700 മീറ്റർ അകലെ ലുലു മാളിന് സമീപവും ഒബ്രോൺ മാളിന് സമീപവുമാണ് അടിപ്പാതകൾ നിർമ്മിക്കുന്നത്. ഇവ യാഥാർത്ഥ്യമാകുന്നതോടെ ആലുവയിൽ നിന്നുള്ള വാഹനങ്ങൾക്ക് വരാപ്പുഴ ഭാഗത്തേക്ക് പോകണമെങ്കിൽ ഇടപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് ഇടത്തേക്ക് ഒബ്രോൺ മാളിന് മുന്നിലെ അടിപ്പാതയിലൂടെ യു-ടേൺ എടുത്ത് പോകാൻ സാധിക്കും. വൈറ്റില ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ ജംഗ്ഷനിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് ലുലു ആസ്ഥാന മന്ദിരത്തിന് മുന്നിലെ അടിപ്പാതയിലൂടെ യു-ടേൺ എടുത്ത് പോകാം. സ്ഥലമേറ്റെടുക്കൽ ഒഴിവാക്കുന്നതിനായാണ് ഒന്നിൽ കൂടുതൽ അടിപ്പാതകൾ പരിഗണിക്കുന്നത്. ദേശീയപാത അതോറിറ്റി നിർമ്മിക്കുന്ന ഇടപ്പള്ളി അരൂർ എലിവേറ്റഡ് ഹൈവേ ഒബ്രോൺ മാളിന് മുൻവശത്തുള്ള അടിപ്പാതയ്ക്ക് സമീപത്ത് നിന്നാകും ആരംഭിക്കുക. ഇതിന്റെ DPR 2 മാസത്തിനുള്ളിൽ തയ്യാറാകുമെന്നാണ് ദേശീയപാത അതോറിറ്റി വ്യക്തമാക്കുന്നത്. ജനം, കൊച്ചി.